എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മൾ കിട്ടിലനായിട്ടുള്ള ഒരു പുതുവർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്ക് ഈ വർഷം നമുക്ക് എങ്ങനെ ഉണ്ടാവുന്നു? മോശം ഉണ്ടാവില്ല. തുടങ്ങാം. ഇന്ന് നമ്മൾ നോക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എന്നും പറയുന്ന പോലെ വളരെ സിമ്പിൾ. ഒരുപക്ഷെ നിങ്ങൾക്ക് സില്ലിയാണെന്ന് തോന്നാം ചിലർക്കെങ്കിലും. നമ്മൾ ഒരു പാർട്ടിയിലാണ്, ഒരുപാട് ആളുകൾ കൂടിയുണ്ട് അവിടെ. അപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ചിലരൊക്കെയെങ്കിലും ആരൊക്കെയാണ്, എന്തൊക്കെയാണ് നമ്മൾക്ക് ചോദിക്കാം, പറയാം. ഞാൻ മലയാളത്തിലുള്ള ചില സൂചനകൾ നൽകിക്കൊണ്ടേയിരിക്കും. അപ്പോഴൊക്കെ ഉടനടി ചാടിപ്പിടഞ്ഞെഴുന്നേറ്റ് നിങ്ങളതിൻ്റെ ഇംഗ്ലീഷ് പറയണം. ഇരുന്നിട്ടായാലും മതി. ഓക്കെ, തുടങ്ങാം. ആരാണ് ആ മനുഷ്യൻ? ആരാണ് ആ മനുഷ്യൻ? ആരാ ഗഡി? ഹു ഈസ് ദാറ്റ് മാൻ? ഹു ഈസ് ദാറ്റ് ഗായ്? നിനക്കറിയൂടാ അതാരാന്ന്? ആ ഗഡി ആരാന്ന് നിനക്കറിയോ? പറയൂ ഇംഗ്ലീഷ്. Do you know who that man is? Who is that man? Do you know who that man is? ആരാണ് ആ മനുഷ്യനെന്ന് നിനക്കറിയാമോ എന്നാണ്. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളല്ലേ ഒരുപാട് തവണ. ഡു യു നോ ഹൂ ദാറ്റ് മാൻ ഈസ്? അവസാനത്തെ ഈസ്, ആർ, വാസ് ഇതൊക്കെ നീട്ടി പറയണം. സെൻറ്റൻസുകൾക്കിടയിൽ വരുന്ന വാസ്, ഈസ്, എസ് അതൊക്കെ അങ്ങനെ പറഞ്ഞാൽ മതി. അതൊരിക്കലും നീട്ടണ്ട. അവസാനം വരുന്നത് ഒന്ന് നീട്ടിപ്പിടിച്ച് പറഞ്ഞ് അവിടെ വയ്ക്കുക. ഡു യു നോ ഹൂ ദാറ്റ് മാൻ ഈസ്? അപ്പം നമ്മൾ എവിടേക്ക് പോകണമെന്നൊരു പിടി കിട്ടിയിട്ടുണ്ടാവും അല്ലേ? നോക്കാം. ആരാ ആണുങ്ങൾ? ആ നിൽക്കുന്ന പുരുഷ കേസരികൾ ആരാണ്? Who are those men? Who are those men? ഇടാ നിനക്കറിയോ അവരൊക്കെ ആരാന്ന്? ആ മനുഷ്യന്മാർ, ആ പുരുഷന്മാർ ആരാന്ന്? Do you know who those men are? Do you know who those men are? ഇതാരാണ് ആ സ്ത്രീ? ആരാണ് ആ മഹിളാരത്നം? Who is that woman? Who is that woman? നിനക്കറിയോ ആ സ്ത്രീ ആരാണെന്ന്? Do you know who that woman is? Do you know who that woman is? ആരൊക്കെയാണ് ആ സ്ത്രീകൾ? Who are those women? Women. Woman. Women. നിനക്കറിയോ ആരൊക്കെയാ സ്ത്രീകൾ? Do you know who those women are? Do you know who those women are? ആരാ മെല്ലിച്ച മനുഷ്യൻ? ഇയാളെവിടെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. സംഗതി ഇന്നത്തെ കാലത്ത് കേരളത്തിൽ മെലിഞ്ഞ മനുഷ്യരെ കാണാൻ വിഷമമാണ്. കാരണം ഭക്ഷണ പരീക്ഷണങ്ങളും പരാക്രമങ്ങളും അതിൻ്റെ ഒരു മലവെള്ളപ്പാച്ചിലാണ്. ഭക്ഷണം. പക്ഷേ ആരാണ് ഈ അപൂർവത്തിൽ അപൂർവമായ ഈ മെലിഞ്ഞ മനുഷ്യൻ? Who is that thin fellow? നിനക്കറിയാം ആരാ മെലിഞ്ഞ മനുഷ്യൻ, മെലിഞ്ഞിട്ടുള്ള ആൾ? Do you know who that thin fellow is? Do you know who that thin fellow is? ആദംബട ലോനപ്പനല്ലേ? She is Lonapan. That short fellow with grey hair is Mr. Mathapan. അതായത് നരച്ച മുടിയുള്ള ആളുകളെ കാണാൻ
ഇന്ന് കേരളത്തിൽ അപൂർവമാണ്, ഞാനടക്കം. അതുകൊണ്ട് തന്നെ മാത്തപ്പൻ, മിസ്റ്റർ മാത്തപ്പൻ ആളൊരു അപൂർവ ജീവിയാണ്, അപൂർവ മനുഷ്യനാണ്. ദ ഷോർട്ട് ഫെലോ വിത്ത് ഗ്രേ ഹെയർ ഇസ് മിസ്റ്റർ മാത്തപ്പൻ. ബ്രിട്ടീഷ് സ്പെല്ലിംഗ് ആണ് അത്, അമേരിക്കൻ GRAY എന്നാണ്. അതുകൊണ്ട് അത് കണ്ടാൽ തെറ്റാണെന്ന് ധരിക്കണ്ട. ആരാ രണ്ട് പെൺകുട്ടികൾ? ധാരണ അല്ലല്ലനാ മണികൾ. Who are those two girls? നിനക്കറിയോ ആരാ രണ്ട് പെൺകുട്ടികൾ? Do you know who those two girls are? Do you know who those two girls are? ദൗരത്തൻ കിന്നാരം പറയില്ലേ, സംസാരിക്കണില്ലേ, ആ പെൺകുട്ടീനെ എനിക്കറിയാം. അവൻ സംസാരിക്കുന്ന ആ പെൺകുട്ടിയെ എനിക്കറിയാം. പറയും. I know the girl he is talking to. I know the girl he is talking to. അവൻ നോക്കി നിൽക്കണ ആ പെൺകുട്ടിയില്ലേ, അതിനെനിക്കറിയാം. അതിനെനിക്കറിയാം. അതിൻ്റെ സകല ഹിസ്റ്ററിയും എനിക്കറിയാം. അങ്ങനെയൊക്കെ പറയും ചിലപ്പോൾ. കംപ്ലീറ്റ് ഒന്നും അറിയില്ല, പക്ഷെങ്കിൽ പോലും അതിൻ്റെ സകല ഹിസ്റ്ററിയും അറിയാമെന്നൊക്കെ പറയും. വെറുതെയാണ്. ആണുങ്ങളുടെ ഹിസ്റ്ററി ആരും അന്വേഷിച്ച് നടക്കാറില്ല, പെണ്ണുങ്ങളുടെ ഹിസ്റ്ററി അന്വേഷിക്കലാണ് എല്ലാവരുടെയും തൊഴിൽ. അവൻ നോക്കി നിൽക്കണ പെൺകുട്ടിയില്ലേ, അതെനിക്കറിയാം. I know the girl he is looking at. I know the girl he is looking at. ദാ അവൻ്റെ കൂടെ സ്ഥലം വിടണ കുട്ടിയില്ലേ, അതിനെയും എനിക്കറിയാം. ഒരു കംപ്ലീറ്റ് ഈ പെൺകുട്ടികളുടെ ഹിസ്റ്ററി കംപ്ലീറ്റ് ഗൂഗിളിൽ പരതി സമാഹരിച്ച് വെച്ചിട്ടുള്ള ഒരു ചിപ്പാണ് അദ്ദേഹത്തിൻ്റെ തലയിലിരിക്കുന്നത്. I know the girl he is living with. I know the girl he is living with. Prepositions വെച്ച് എൻഡ് ചെയ്യുന്നത് സെൻറ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കാം, ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ മുൻപ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇല്ലാത്തവർ ചാനലിലെ വീഡിയോസ് ഒന്ന് പരതി നോക്കുക. അപ്പോൾ തൽക്കാലം നമുക്ക് പാർട്ടിയിൽ നിന്ന് പിരിയാം. ഇനിയുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും പ്രത്യേകിച്ച് പെൺകുട്ടികൾ സ്വൈരമായിട്ട് അവിടെ നിന്നോട്ടെ. ഓക്കെ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ മറ്റ് കിടിലൻ ഇംഗ്ലീഷ് വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. താങ്ക് യു. ടേക്ക് കെയർ.